ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെയൊക്കെ കുഞ്ഞുനാളുകളിൽ ഇരുട്ടിന്റെ യാമങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന മിന്നാമിനിങ്ങളെ നാം കണ്ടിട്ടുണ്ട്. നമുക്ക് അവയെ വലിയ ഇഷ്ടവുമായിരുന്നു. അവർ ഇഷ്ടപ്പെടുന്ന, അവർ സ്നേഹിക്കുന്ന ആരെയോ ആകർഷിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ മിന്നിത്തിളങ്ങിയിരുന്നതെന്ന് പറയപ്പെടുന്നു. അതുപോലെ ദൈവത്തെ ആകർഷിക്കുവാൻ വേണ്ടി മിന്നിത്തിളങ്ങിയിരുന്ന ഒരു മിന്നാമിനിങ്ങ്, ആ ആകർഷണം കിട്ടാൻ വേണ്ടി രാമകൽ അധ്വാനിച്ചിരുന്ന ഒരു അമ്മ, മണ്ണിൽ തിളങ്ങിക്കൊണ്ടിരുന്ന ഒരു നക്ഷത്രം, അതൊക്കെയായിരുന്നു വിശുദ്ധ മറിയം ത്രേസ്യ. ഇന്ന് മറിയം ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്താൽ ആകർഷിക്കപ്പെടുവാനാണോ അതോ മനുഷ്യരാൽ ആകർഷിക്കപ്പെടുവാനാണോ നാം കൂടുതൽ പരിശ്രമിക്കുന്നത് എന്ന്. ദൈവത്താൽ ആകർഷിക്കപ്പെടുവാനാണ് നാം കൂടുതൽ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നേടിയെടുക്കുവാൻ ഒട്ടേറെ സാധ്യതകളുണ്ട്. വിശുദ്ധ മറിയം ത്രേസ്യയെ പോലെ പ്രാർത്ഥനയായിട്ടും ഉപവാസമായിട്ടും വചനപ്രഘോഷമായിട്ടും കാരുണ്യ പ്രവൃത്തിയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്കത് നേടിയെടുക്കുവാൻ പരിശ്രമിക്കാം. ജാതിമത ഭേദമന്യേ എല്ലാവരിലേക്കും സുവിശേഷം എത്തിച്ചുകൊണ്ട് കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ മധ്യസ്ഥയായി, കാലഘട്ടത്തിൻ്റെ പ്രവാചകയായി, നവോത്ഥാനത്തിൻ്റെ നായികയായി തീർന്ന വിശുദ്ധ മറിയം ത്രേസ്യ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനവും ഇഴുകിച്ചേർത്ത് കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ പുതിയൊരു മാനം കാക്കുവാൻ വിശുദ്ധ മറിയം ത്രേസ്യയ്ക്ക് സാധിച്ചിരുന്നു. സഹനം ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല എന്ന് വിശുദ്ധ മറിയം ത്രേസ്യ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. അകന്നു നിൽക്കുന്നതല്ല, മാറ്റി നിർത്തുന്നതല്ല, മറിച്ച് മറ്റുള്ളവരിൽ ഈശോയെ മുഖം ദർശിക്കുവാൻ, ആ മുഖം കാണുവാൻ നാം നമ്മുടെ കണ്ണു തുറക്കുമ്പോഴാണ് നാം നല്ല അയൽക്കാരായിത്തീരുന്നത്. നീയും പോയി അതുപോലെ ചെയ്യുക എന്ന യേശുനാഥൻ്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയ നൊമ്പരങ്ങളിലേക്കും അവരുടെ വേദനകളിലേക്കുമൊക്കെ കടന്നു ചെല്ലാൻ സാധിച്ച വിശുദ്ധ മറിയം ത്രേസ്യയെ പോലെ മറ്റുള്ളവരുടെ ഹൃദയ നൊമ്പരങ്ങളിലേക്കും അവരുടെ ആവശ്യ സമയത്ത് അവരുടെ സഹായത്തിലേക്കും ഒക്കെ കടന്നു ചെന്നുകൊണ്ട് നമുക്കും നല്ല അയൽക്കാരായി തീരാം. ഇന്ന് വിശുദ്ധ മറിയം ത്രേസ്യ ലോകത്തിൽ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ സാധിക്കും, ഒരു വ്യക്തിയിൽ നിന്ന് രൂപം കൊണ്ട ആ സമൂഹം ഇന്ന് വളർന്നു പന്തലിച്ച് വലിയൊരു സമൂഹമായി തീർന്നിരിക്കുന്നു. യേശുനാഥൻ പറയുന്ന പോലെ വളരെ ചെറിയൊരു കടുകുമണി പോലൊരു വിത്ത്, അത് ഇന്ന് വളർന്നു പന്തലിച്ച് ഒരു വടവൃക്ഷമായി തീർന്നിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ആർക്കും എത്രയും നിസ്സാരതയിൽ നിന്നും വളരാമെന്നും ആ വളർച്ചയിൽ നിന്ന് വിശുദ്ധരായി തീരാമെന്നും ആ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് യേശുവിൻ്റെ മകനായി തീരാമെന്ന്. ലോകമെങ്ങും നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച വിശുദ്ധ മറിയം ത്രേസ്യയെ പോലെ നമുക്കും നന്മയുള്ളവരായി തീരാം. അതിന് വിശുദ്ധ മറിയം ത്രേസ്യയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും സ്തുതിയായിരിക്കട്ടെ.